മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ചൊല്ല് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് ആണോ? ശരിക്കും എന്താണ് ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ? നമ്മുടെയൊക്കെ ലൈഫിൽ ഫസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? നമ്മളെ പാരൻസ് തന്നെയാണ് ഫസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. പിന്നെയാണ് ബാക്കി വരുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും. അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ഇൻഫ്ലുവൻസർ മീനിങ് ഇൻ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്ത് കിട്ടും. എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ചെറിയ 2-3 വേർഡ്സേ ഉണ്ടാവുള്ളൂ. ഒറ്റ വാക്ക് മതി. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാരണം ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്, അതായത് എൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് അടിക്കട്ട. സിൻസിയറായിട്ട് കാര്യമായിട്ട് പറഞ്ഞത്, അതായത് ചുമ്മാ ഒരു രസത്തിനല്ല. ഞാൻ കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈഗോ ഉള്ള ആൾക്കാർ ചെയ്യണ്ട. എല്ലാവരും ഇപ്പോൾ കമൻ്റ് ഒന്നും അടിക്കണമെന്നൊന്നുമില്ല. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഞാൻ കാരണം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് അടിക്കും. ആരെങ്കിലും ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുണ്ടോ? എടാ നീ നേരാവും, നീ സെറ്റാവും, നീ വിഷമിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും 1-2 വാക്ക് മതി മറ്റൊരാളുടെ ലൈഫ് മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യ്, ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. സെറ്റ് അവിടെ പൊളിക്കാം നമുക്ക്.